ശ്രീജിത്തിൻ്റെ അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഒരാരോപണം കിട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം എടുത്തു എങ്കിൽ പോലും അദ്ദേഹം രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു മൊറാലിറ്റി ബാധകമാണല്ലോ. കാരണം അദ്ദേഹത്തിന് ഒരു ക്ലോസ് ക്വാർട്ടേഴ്സിൽ മാത്രമേ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവൂ. പരസ്യമായിട്ട് ചിലപ്പോൾ ഒരു തവണ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണം വരുന്നു. ആ ആരോപണം പണ്ട് തന്നെ തങ്ങളോട് ഈ നടി ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികൾ പുറത്തു വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവിന് ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള ധാർമ്മികതയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം. സമാനമായിട്ടുള്ള കേസുകളിൽ മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തിയിട്ടുള്ള പല പന്തം കൊളുത്തി പ്രകടനങ്ങളുമുണ്ട്. അതിൽ പലതും നയിച്ചിരിക്കുന്നത് ശ്രീമതി PK ശ്രീമതിയാണ്. അപ്പൊ സ്ത്രീകൾ പോലും, പാർട്ടിയിലുള്ള സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് CPM സാധ്യമല്ല. നേരത്തെ കൂട്ടി രാജിവെച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ CPMന്റെ ഒരു നല്ല നയമായിട്ടെങ്കിലും പൊതുസമൂഹത്തിൽ കുറേയധികം ആൾക്കാരെങ്കിലും വിചാരിക്കുമായിരുന്നു. പക്ഷേ വൈകിയതിനു ശേഷം വലിയ പ്രക്ഷോഭമുണ്ടായി. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും പാർട്ടിക്കാരും ഘടകകക്ഷികളും എല്ലാം തന്നെ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം ഒരു രാജി ഉണ്ടാവുകയാണ് എങ്കിൽ ആ രാജി CPMന് ഒരു തരത്തിലും ഗുണമാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നടത്തും. യെസ്, എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾ സർക്കാർ എത്രയും പെട്ടെന്ന് പുറത്തുവിടണം. ഒരു ഭാഗത്ത് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നു. നവോത്ഥാനം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുന്നവർ, നിങ്ങൾക്ക് സ്ത്രീകളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മുകേഷിനെ പോലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരുടെ പേരുകൾ പുറത്തുവിടേണ്ടിയിരിക്കുന്നു.